എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Chariot, 6 of Wands, Knight of Pentacles, Hierophant, 4 of Cups, 2 of Wands, 2 of Swords, Lovers, Empress. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ആദ്യം തന്നെ ഈ ഒരു വർഷം തുടങ്ങുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും. വളരെ തൃപ്തിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ അലട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ജീവിതമാകുമ്പോൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാകുമെന്ന് പറയുന്ന പോലെയുള്ളൊരു സിറ്റുവേഷൻ അതിലേക്ക് കൂടുതലായിട്ട് വരാം. അതിനു മുമ്പ് ആദ്യം തന്നെ സന്തോഷമുള്ള കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച വണ്ടി, അതായത് ഇപ്പോൾ ബൈക്കോ കാറോ ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച് യാത്രകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാജിക്കലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ എന്താണ് എത്രത്തോളം ആഗ്രഹിക്കുന്നോ ആ കാര്യങ്ങൾ പലതും ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, മനസ്സിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നെല്ലാം നടക്കുന്ന സമയമാണ്. അപ്പോൾ അറിയാതെ പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ട് എങ്കിൽ അത് മനസ്സിൽ നിന്ന് പിഴുത് കളയുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് ഇവിടെ നിങ്ങളോട് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ, ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള അവസരം ഈ ഒരു വർഷത്തിലുണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടി കാര്യങ്ങളല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ്, വീടിനകത്തേക്ക് വേണ്ടുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വീഡിയോ ഗെയിംസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ട്. 4 of Cups എനർജിയാണ്. 4 of Cups എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നേടുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ, അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും മറ്റൊരു ജോലിയെക്കുറിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ മറ്റതായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടാവും. പക്ഷേ ഈ ഒരു ജോലിയിൽ നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങൾ എന്താണോ, അങ്ങനെ ഒരു ചിന്ത, ഉള്ളതിനെക്കുറിച്ചൊരു ഗ്രേറ്റ്ഫുൾ ആകാൻ നമ്മൾ പറയും, നന്ദി പ്രകടിപ്പിക്കുക. ആ ഒരു ഇതിൽ നിന്ന് മാറി പകരം ഇല്ലാത്തത്, അതായത് നമ്മുടെ കയ്യിലൊരു കാര്യം ഇല്ലെങ്കിൽ അതായിരുന്നു ഇതിനേക്കാൾ ബെറ്റർ എന്ന് ചിന്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിരാശരായിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. കാരണം നമ്മൾ ഉള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു ചിന്ത കടന്നുകൂടുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണ്, ആരാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല വ്യക്തിയല്ല എന്നൊന്നും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ ചിന്താഗതികളാണ്. അപ്പോൾ ഓരോ സമയങ്ങളിൽ അത് മാറി മറിഞ്ഞിരിക്കും പലരുടെയും. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള നിരാശകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കയ്യിലുള്ള സന്തോഷം, അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാതെ, സന്തോഷിക്കാതെ, തൃപ്തിയില്ലാതൊരു ജീവിതം നയിക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ 6 of Wands എനർജിയും അതേപോലെ 2 of Swords എനർജിയുമാണ്. ലൈഫിൽ നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു തൃപ്തിയും ആ ഒരു ഇതിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ പലരെയും സംബന്ധിച്ചിടത്തോളം
ഇവിടെ അവാർഡ്സും റെക്കഗ്നീഷൻസൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഓഫീസ് കരിയറിൽ നിങ്ങൾ എന്തെങ്കിലും നേടുമ്പോൾ അവിടെ ജോലിയിലുള്ള ഇതിൽ നിങ്ങൾ നേടിയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ അവാർഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ടാവാം. അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലൊക്കെ ചില ആളുകളും കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും അസോസിയേഷൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നേടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള അവാർഡോ അങ്ങനെ എന്തെങ്കിലും റെക്കഗ്നീഷനോ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനോ പ്രസംഗിക്കാനോ ഉള്ള ഒരു അവസരം, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ലഭിക്കുന്നുണ്ട്. അതൊരു തൃപ്തി നൽകുന്ന കാര്യം തന്നെയാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു വർഷം നിങ്ങൾ വളരെ അംബീഷ്യസ് ആയിരിക്കും. ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പ്ലാനിങ്ങും ഭാവിയിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം പ്രോഗ്രസ് ആണ് മുന്നോട്ടേക്ക്. ഇപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും. ജോലിയും കുടുംബജീവിതവും ഒക്കെ ഒരുപോലെ ബാലൻസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ വളരെയധികം നിങ്ങൾക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന രീതിയിൽ നേടണം. നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ജോലിയിലുള്ള മുന്നേറ്റം കാണിക്കുന്നുണ്ട്. പ്രമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ മുകളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. അതേപോലെ നല്ല പൊസിഷനിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ മാറുന്നു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി ലവേഴ്സ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം പല രീതിയിലാണ്, പലരുടെയും ജീവിതം പല തലത്തിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നല്ലൊരു സ്ഥിതി അല്ലാത്തവർ നിങ്ങൾ ഒത്തിരി സഹായിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവരല്ലാത്തവരെ സാമ്പത്തിക സഹായം നൽകുന്നതായിട്ടുള്ളൊരു സൂചന ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി തരുന്ന കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പാഷൻ, ഇപ്പോൾ ചിത്രരചന അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വ്യാപൃതരാവാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും സോഷ്യലായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. അതായത് നിങ്ങളുടെ ജോലിയിൽ വളരെയധികം ശ്രദ്ധാലുക്കളായതുകൊണ്ട് ജോലിയെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ടെൻഷൻ കാണിക്കുന്നുണ്ട്. ടെൻഷൻ അടിക്കേണ്ടുന്ന കാര്യമില്ല, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇതുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ളൊരു ആ ഒരു ഇതിലേക്ക് എത്തുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത. അപ്പോൾ ജോലി അല്ലാതെ കുടുംബജീവിതം അല്ലാതെ മറ്റൊരു നിങ്ങളുടെ ഒരു സോഷ്യൽ ലൈഫ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ലാതെ പല കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധ പോകുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, പ്രണയിതാക്കളായിരിക്കാം, ഇങ്ങനെയുള്ള ബന്ധങ്ങളുള്ളവരെ സംബന്ധിച്ച് നല്ലൊരു നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ ആഴത്തിലേക്കുള്ളൊരു ബന്ധം ആകുന്നുണ്ട്. ഇപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അടുത്തറിയുന്നുണ്ട്, ഒത്തിരി പ്രണയിക്കുന്നു എന്ന് തന്നെ പറയാം. വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ പോലും ഒരു വിവാഹ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും, ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരുമിച്ച് സമയം ചെലവഴിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ ഉള്ള ചില ആളുകളാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് വേറെ സ്ഥലത്ത്, വൈഫ് വേറെ സ്ഥലത്ത്, എപ്പോഴും നിങ്ങൾക്ക് മാറിയാണ് നിന്നിട്ടുള്ളത്. ഒരിക്കലും ഒരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വിവാഹശേഷം അങ്ങനെ പറ്റാത്തവർ ഇപ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹശേഷം ഒരുമിച്ച് ആദ്യമായിട്ട് സ്ഥിരമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം തരുന്ന ഒരു വർഷമായതുകൊണ്ട് വലിയൊരു വർഷമായിരിക്കും നിങ്ങൾക്ക് 2025 എന്ന് പറയാൻ. നെക്സ്റ്റ് വന്നിട്ട് ഹെറഫൻ്റ് എനർജി ആൻഡ് എംപ്രസ് എനർജിയാണ്. ഒരു സ്പിരിച്വാലിറ്റി ഇതിൽ കാണിക്കുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഹെറഫൻ്റ് എനർജിയാണ്. ഈ ഒരു വർഷം ഞാൻ പറഞ്ഞ പോലെ എല്ലാ അർത്ഥത്തിലും നല്ലൊരു സാഹചര്യമാണ്. കുടുംബം, വിദ്യാഭ്യാസം, കരിയർ ഒക്കെ നല്ലൊരു എനർജി ആണെങ്കിൽ കൂടിയും പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു നിരാശ നിങ്ങളെ പിടികൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുക. അതോടൊപ്പം മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഈ പറയുന്ന നിരാശയൊക്കെ നിങ്ങളെ പിടികൂടാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അതായത് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്.
അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ആ ഒരു സമാധാനവും സ്വസ്ഥയും തരുന്നത് അതിലേക്ക് തിരിയുന്നതും നല്ലതായിരിക്കും എന്നുള്ളത്. എംപ്രസ് എനർജിയാണ്. അപ്പോൾ പലരും നിങ്ങളുടെ ഒരു ഹോബിയുമായിട്ട് ഇപ്പോൾ സംഗീതമോ നൃത്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് പഠിക്കാനൊക്കെ അതിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജി. എംപ്രസ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി അതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പോസിറ്റിവിറ്റി നിങ്ങളെ സംബന്ധിച്ച് ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ബ്ലെസ്സിങ് എന്നുള്ള രീതിയിൽ പ്രഗ്നൻസി ഇവിടെ ചില ആളുകൾ ഒത്തിരി വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയാൻ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് പ്രഗ്നൻസി അല്ലെങ്കിൽ പിന്നീട് അതൊരു അബോർഷനൊക്കെ ആയി പോയിട്ടുള്ളവർ, പിന്നീട് അതിനുശേഷം ഒരു പ്രഗ്നൻസി ഉണ്ടായിട്ടില്ല എങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു പ്രഗ്നൻസി കാണിക്കുന്നുണ്ട്. ചില ആളുകളിൽ ഇതെല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എന്തായാലും ഒരു പ്രഗ്നൻസി സിറ്റുവേഷനാണ് പലരിലും സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.